നമസ്കാരം. എൻ്റെ പേര് നിഹാൽ അഹമ്മദ്. എൻ്റെ വീട് മലപ്പുറമാണ്. ഞാൻ ഈ അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങനെ വന്ന ഈ അലപേശ്വര സാർ സംവിധാനം ചെയ്യുന്ന ഈ പടത്തിലെ നായകനാണ്. നമസ്കാരം, ഞാൻ ഗോപിക ഗിരീഷ്. ഞാൻ ആലപ്പുഴ ഹരിപ്പാടാണ് വീട്. അടിയന്തരാവസ്ഥക്കാലത്തെ അനുരാഗം എന്ന പടത്തിൽ അഷ്റഫ് സാർ ഡിറക്റ്റ് ചെയ്ത് കുര്യച്ചൻ സാർ ആൻഡ് ടൈറ്റസ് അങ്കിൾ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിൽ എനിക്ക് നായികാവേഷം ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷം. ഞങ്ങൾ കാസ്റ്റിംഗ് കോൾസ് വഴിയാണ് വന്നത്. അതെ, ഉണ്ടാവും. ആക്ച്വലി ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു ഓവറോൾ. കാരണം ഇപ്പോൾ എനിക്ക് കിട്ടിയത് രണ്ടാൾക്കും കാസ്റ്റിംഗ് കോൾ വഴിയാണ് കിട്ടിയത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. അതിന് ജസ്റ്റ് എല്ലാ പോസ്റ്റിനും മെസ്സേജ് അയക്കുന്ന പോലെയാണോ എല്ലാ മീൻസ് ഇതുപോലെ കാസ്റ്റിംഗ് കോൾസ് ഒക്കെ വരുമ്പോൾ എല്ലാത്തിലും അയക്കാറുണ്ട്. അതിനൊന്നും റിപ്ലൈസ് ഒന്നും അങ്ങനെ വരാറില്ല. അങ്ങനെ ഇതിനാണ് റിപ്ലൈ വന്നതും അലപേശ്വര സാർ സെലക്ട് ചെയ്തത്. ഞാനും ഇങ്ങനെ ഞാൻ ഫേസ്ബുക്കിലാണ് കണ്ടത്. ഇതിനു മുമ്പ് മ്യൂസിക്കൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കാസ്റ്റിംഗ് കോൾസ് ഞാനും കുറേ നാളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ റിപ്ലൈ കിട്ടിയത്, റെസ്പോണ്ട് ചെയ്തത് അഷ്റഫ് സാറായിരുന്നു. സോ അല്ല, ആർട്സിനോട് താല്പര്യമുണ്ട്. സോ ചെറുതായിട്ട് പാടും, ഡാൻസറാണ്. സോ ഇതും ആക്ടിങ്ങും കൂടെ കൊണ്ടുപോകും. മ്യൂസിക് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു കാലിസ്തനിക്സ് ആത്ലീറ്റാണ്. കാലിസ്തനിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ജിംനാസ്റ്റിക്സ് പോലത്തെ സംഭവമാണ്. സോ അതിനോടൊപ്പം ഞാൻ ആർക്കിടെക്റ്റായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സിനിമ തന്നെയായിരുന്നു നല്ലൊരു ജോബുണ്ട്, സിനിമ പാഷനാണ്. അത് എനിക്ക് ഓവറോൾ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാത്തിനും പാഷനാണ്. അപ്പോൾ ആർക്കിടെക്ചർ ആണെങ്കിലും ആർട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന സ്പോർട്ട് ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് മാസ്റ്ററിങ് അവർ ബോഡി വെയിറ്റ്. ഇത് നമ്മുടെ ബോഡി വെയിറ്റ് വെച്ചിട്ടുള്ള ഒരു ആർട്ടാണ്. നമ്മുടെ ജിംനാസ്റ്റിക്സ് ഒക്കെ ഫിലിമും ഒരു ആർട്ടാണ്. സോ എനിക്ക് പാഷനാണ്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു ഡയറക്ടറുള്ള എന്ന് പറയുമ്പോൾ തന്നെ അറിയാം. ജയിലിൻ്റെ കാലം തൊട്ട് സിനിമ ഫീൽഡിലുള്ള ഒരാളാണ്. മോഹൻലാലിനെ മമ്മൂട്ടിനെ കുറിച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ജീവിതത്തിനുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഫസ്റ്റ് പടം നിങ്ങൾ ഇൻഡസ്ട്രിയിലോട്ട് കാലെടുത്ത് വെക്കുന്നതിന് സാറിൻ്റെ ഡയറക്ഷനിലായത്, അത് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് റെയറായിട്ടാണ് കിട്ടാറ്. സോ ഭാഗ്യം കൊണ്ടാണ് കിട്ടിയത്, ലക്ക് അതൊരു ഫാക്ടറാണ്. പിന്നെ ആസ് എ ബിഗിനേഴ്സ് സാർ കുറേ ട്രെയിൻ ചെയ്തു. ഒരു ആക്ടർ ആവാൻ, അല്ലെങ്കിൽ ഒരു ആക്ടറിൻ്റെ മുഖത്ത് എക്സ്പ്രഷൻസും കാര്യങ്ങളും, ഓരോ ഷോട്ടും ഓരോ സീനും ഹി വാസ് ക്രിസ്റ്റൽ ക്ലിയർ. എങ്ങനെ വരണം, ആളെവിടെ പോകണം, പൊസിഷൻ എല്ലാം. സോ അൺടിൽ ആൻഡ് അൺലെസ് ആ ഒരു സീൻ പെർഫെക്റ്റ് ആവാതെ യു നോട്ട് ചെയറിൽ നിന്ന് എഴുന്നേക്കില്ല. സോ പെർഫെക്ഷനിസ്റ്റാണ്. സോ വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. കൂടുതൽ ഒരു പടം ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു ട്രെയിനിങ് സെഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ഈ പടം മൊത്തം. അടിയന്തരാവസ്ഥ കാലത്തെ തന്നെ പ്രണയവും വരുന്നുണ്ട്. അടിയന്തരാവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, പഴയ കാലഘട്ടത്തിലെ കഥയാണ്. അതെ, കഥ വരുന്നത് ഒരു 90s 70s ആ ഒരു കാലഘട്ടത്തിലുള്ള കഥയാണ്. അന്നുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും അതിലൂടെ ഈ അടിയന്തരാവസ്ഥ ടൈമിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിലൂടെ സംഭവിക്കുന്ന ചെറിയ അതിനെ ബേസ് ചെയ്തിട്ടാണ് കഥ പോകുന്നത്. അപ്പോൾ ഒരു പഴയ കാലം എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് തന്നെ നമ്മുടെ ബോഡി ചേഞ്ച് ചെയ്യണം, നമ്മുടെ സ്ലാങ് ചേഞ്ച് ചെയ്യണം. എത്രത്തോളം ടഫായിരുന്നു അതിന്? ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ കോസ്റ്റ്യൂമും കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ പോസ്റ്റ് കണ്ടാൽ തന്നെ എൻ്റയർലി ഇപ്പം എന്നെ കണ്ടാൽ ചിലപ്പോൾ തിരിച്ചറിയുണ്ടാവില്ല. കാരണം എൻ്റയർലി ഡിഫറെൻറ്റ് ലുക്കാണ്. അന്ന് ആ ടൈമിൽ എനിക്ക് കുറച്ച് മുടി ഉണ്ടായിരുന്നു. മുടിയുള്ള ടൈമിലായിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ വളരെ പറഞ്ഞത് കഴിഞ്ഞത് പോയി കട്ട് ചെയ്യും. അപ്പോൾ പിന്നെ പ്രശ്നമല്ല. പിന്നെ ഞങ്ങൾ ചൂസ് ചെയ്ത ലൊക്കേഷന് വർക്കലക്ക് സൈഡായിട്ട് വക്കം എന്ന് പറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് ആ ഒരു പഴയ ടച്ചുള്ള ലൊക്കേഷൻ, കൂടുതൽ റോഡ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ മേക്കപ്പ് വൈസ് ആണെങ്കിലും
കോസ്റ്റ്യൂം ആണെങ്കിലും നമ്മൾ ചൂസ് ചെയ്ത ലൊക്കേഷൻ വരെ ആ ഒരു വിൻറ്റേജ് പീരീഡായിട്ട് ബന്ധപ്പെട്ട കായൽ പ്രദേശവും പണ്ടത്തെ ആ ഒരു സീനിക് ബ്യൂട്ടി എന്ന് പറയുന്ന സംഭവം കൂടുതലൊരു വിഷ്വൽ ട്രീറ്റ് ഓഡിയൻസിന് കിട്ടുന്ന തരത്തിലാണ് നമ്മൾ ലൊക്കേഷൻ ചൂസ് ചെയ്തത്. സോ നല്ല എക്സ്പീരിയൻസ് ടഫായിരുന്നു എന്ന് ചോദിച്ചാൽ കുറച്ച് ബിഗിനേഴ്സ് അല്ലേ, സോ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ക്യാമറ കോൺഷ്യസ് കുറച്ചുണ്ടായിരുന്നു. പക്ഷെ ഓരോ ദിവസവും നമുക്ക് സാർ ഇൻസ്ട്രക്ഷൻസ് തരും ഓരോ സീൻ വരുമ്പോഴത്തേക്ക്. സോ അതിനനുസരിച്ച് ചെയ്തു പോയി. പിന്നെ സെറ്റിൽ തന്നെ കുറേ പേര് ഇൻസ്ട്രക്ട് ചെയ്യാനുണ്ടായിരുന്നു, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് ആയാലും എല്ലാവരും. ഒരു ബിഗിനേഴ്സിനെ പോലെ നല്ലൊരു ഫ്രണ്ട്ലി സെറ്റായിരുന്നു. സോ എന്തുവേണം നമുക്ക് ഓപ്പണായിട്ട് പറയാം എവിടെ. സോ നല്ല സെറ്റായിരുന്നു. സോ കംഫർട്ടബിൾ ആയിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. ഞാൻ എൻ്റെ ഡബ് ചെയ്ത് കറക്റ്റായിരുന്നു. ഫസ്റ്റ് ടൈം ആയിരുന്നു പറഞ്ഞ പോലെ. ഞാൻ പാട്ട് പാടാനുള്ളത് ഞാൻ ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ആദ്യമായിട്ടാണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് തരും. എൻറ്റയർ തിങ് ചില സീൻസിൽ കുറച്ച് കഷ്ടപ്പെട്ടു, പക്ഷേ സ്മൂത്തായിട്ട് പോയെന്ന് തോന്നുന്നു. ഷൗട്ടിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ചില സമയത്ത് അത് എത്ര ആയാലും ഇപ്പോൾ ഒരു സീൻ അത് ചിലപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു സീനായിരിക്കും. അത് നമ്മൾ കോൺസെൻട്രേഷൻ കൊടുക്കാതെ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ വെറുതെ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും വരുന്നൊരു പ്രശ്നം. പക്ഷേ പുള്ളി ഷൗട്ടൊന്നും ചെയ്തിട്ടില്ല, ആൾ പാവമാണ്. ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു കൺസെഷൻ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ പെർഫെക്ഷൻ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നവരെ നമുക്കും സാറിനും ഒരു സീന് ഒരു ഡയറക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ ശരിയാവുന്നിടം വരെ പുള്ളി റീടേക്ക് പോയി. അപ്പോൾ നമുക്കും നമ്മളെ ഓരോ ഷോട്ടായിട്ട് നമ്മളൊന്ന് മോണിറ്ററിൽ നോക്കും. അപ്പോൾ നമുക്ക് ഓക്കെ ആണെങ്കിലാണ് ആ സീൻ ഓക്കെ ആക്കുന്നത്. സോ അതെ, പെർഫെക്ഷൻ. ഓരോ സീനിലും ആ പൊസിഷൻ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ തൊട്ട് നമ്മൾ ഫ്രെയിമിലാണോ ഫോക്കസിലാണോ എന്ത് സംഭവമാണെങ്കിലും കറക്റ്റായിട്ട് ഇൻസ്ട്രക്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ നമ്മളൊരു സീനിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ നടന്നു വന്ന പൊസിഷനായിരിക്കും തരുന്നത്. അപ്പോൾ അവിടുന്ന് വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെയും പോകും. സോ ആ പെർഫെക്ഷൻ ടിപ്പ് ടോപ്പായിട്ടാണ് ചെയ്യുന്നത്. സോ കംപ്ലീറ്റ് ഒരു സീൻ. സോ പെർഫെക്ഷനാണ്. അല്ലെങ്കിൽ പിന്നെ ഓരോ സീൻ വരുമ്പോൾ അതിന് തക്കതായിട്ടുള്ള എക്സ്പ്രഷൻസ് കൊടുക്കാനും അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്ത് ഇമോഷൻസ് വരുത്തി ചെയ്യാനും ഒക്കെ കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നു ഫ്രം ഡേ 1 ഓഫ് ദ ഷൂട്ട്. സോ ഹി വാസ് എ വെരി ഗുഡ് ടീച്ചർ. ഗോപിക പറഞ്ഞ പോലെ തന്നെ പെർഫെക്ഷനിസ്റ്റാണ് ആൾ. അതിനിപ്പോൾ എത്ര ടേക്ക് പോകാനാണെങ്കിലും അതിപ്പോൾ ഒരു സിമ്പിൾ ടേക്ക് ആണെങ്കിൽ സിമ്പിൾ ഷോട്ടാണെങ്കിൽ അത് പുള്ളിക്ക് വേണ്ടത് കിട്ടിയിട്ട് നെക്സ്റ്റ് ടേക്ക് എടുക്കാറുള്ളൂ. അതിന് എത്ര ലേറ്റ് ആയാലും ഏറ്റവും അധികം പെർഫെക്ഷനിസ്റ്റ്. ഈ സിനിമ എന്താണ് പ്രേക്ഷകർക്ക് നൽകാനുണ്ടായിരിക്കുന്നത്? ഒരു എല്ലാ സിനിമകൾക്കും ഒരു മെസ്സേജ് ഉണ്ടാവില്ല, അതിനകത്തൊരു സോൾ ഉണ്ടാവും. ഈ സിനിമയുടെ സോൾ എന്താണ്? ഇത് ആക്ച്വലി പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനെക്കാട്ടി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രെൻഡാണ്. അതായത് പണ്ടത്തെ കാലഘട്ടം ആ ഒരു ടൈപ്പ് ഓഫ് മേക്കിങ്ങും ആ ഒരു കോസ്റ്റ്യൂം അന്ന് പ്രേക്ഷകരെ പിന്നിലോട്ട് എത്തിക്കുന്ന ഒരു ടൈപ്പ് സ്റ്റോറിയാണ്. ഒരു വിൻറ്റേജ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലോ അല്ലെങ്കിൽ അത് ഇപ്പോൾ ത്രില്ലർ ജോണോ സസ്പെൻസോ ഇപ്പോഴത്തെ ഒരു പീരീഡിലുള്ള ലവ് സ്റ്റോറി ഒന്നും അല്ല. നമുക്കറിയാം നമ്മൾ പണ്ടത്തെ സിനിമകൾ ലൈക്ക് ഇപ്പോൾ പ്രായമായ ആൾക്കാർ ഇപ്പോൾ പ്രായമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഗോ ബാക്ക് ടു ദ വിൻറ്റേജ് കൈൻഡ് ഓഫ് മൂവിയാണ്. സോ പഴയ കാലത്തിലേക്കൊന്ന് ട്രാവൽ ചെയ്യാൻ പറ്റും. പ്രണയം ഉണ്ട്. അനുരാഗം എന്ന് പറയുമ്പോൾ സ്റ്റോറിയിൽ പ്രണയം ഉണ്ട്. പക്ഷെ പ്രണയം മാത്രമല്ല, ആ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന സോഷ്യലി ആയിട്ടാണെങ്കിലും അടിയന്തരാവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയി വരുന്ന ഒരു കാലഘട്ടമാണല്ലോ. സോ അതിന് സോഷ്യലി ആയിട്ടുള്ള പ്രശ്നങ്ങളും കുടുംബങ്ങളിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. സോ നോർമലി നമ്മുടെ 90s സിനിമകളിൽ നമ്മൾ പക്ഷേ ഇപ്പോഴും നമ്മുടെ കഥകളെല്ലാം ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അങ്ങനത്തെ കാലഘട്ടത്തെ സിനിമകൾ അതുപോലെ മേക്ക് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ അങ്ങനെ കാരണം ഇപ്പോഴത്തെ ഒരു ട്രാക്ക് എന്ന് പറയാൻ എല്ലാം ഫാസ്റ്റ് ആക്ഷൻ ആയിരിക്കും. കണ്ടു തീർന്നു പോയി മാക്സിമം പോയ ഒരു കുറച്ച് നാൾ നമ്മുടെ മൈൻഡുണ്ട്. അങ്ങനെ ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് എത്രത്തോളം പ്രാധാന്യം കിട്ടും?
തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. കാരണം ഇപ്പോൾ പ്രസൻ്റ്ലി ഒരു 60 to 70 ഇയേഴ്സ് ആയവർക്ക് അവർ കണ്ട് വളർന്ന സിനിമ ഇങ്ങനത്തെയാണ്. അവർ കൊച്ചിലെ ടി വിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമാസും പണ്ട് അഷ്റഫ് സർ സംവിധാനം മാടപ്രാവിൻ്റെ കഥ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. സോ അവർക്ക് ഈ ജനറേഷനിൽ തിരിച്ചിങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിരിക്കും. സോ അതിന് നല്ല പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ഒരു വിൻറ്റേജ് സിനിമ തിരിച്ച് കംബാക്ക് വരുമ്പോൾ അതിനെന്തായാലും ആ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമ മാത്രം കണ്ട് വളർന്ന ആൾക്കാർക്ക് അത് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. പാട്ടുകൾക്ക് ഇത് 3 പാട്ടുണ്ട് സിനിമയിൽ. ഇപ്പോൾ ഒരു പാട്ട് റിലീസായി, പ്രണയ്, അത് റൊമാൻറ്റിക് സോങ് ആയിരുന്നു. അത് നജീബ് അർഷദ് ആൻഡ് ശ്വേത മോഹനാണ് പാടിയിരിക്കുന്നത്. അപ്പോൾ മൂന്ന് മ്യൂസിക് ഡയറക്ടേഴ്സാണ് ചെയ്തേക്കുന്നത്. ഇനി ഒരു പാട്ട് ദാസറാണ് പാടിയേക്കുന്നത്. അത് വൺ ഓഫ് ദ ലക്കിയസ്റ്റ് തിങ്സ് ആണ് ഫസ്റ്റ് പടത്തിൽ ദാസർ പാടുക എന്നുള്ളത്. പിന്നെ ഒരെണ്ണം ശ്രേയ ഘോഷാലാണ് പാടിയിരിക്കുന്നത്. സോ 3 പാട്ടിനും അത് സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാവും. ആ സോങ്ങിനും ആ ഒരു സിറ്റുവേഷനായിട്ടുള്ള ലിങ്ക്, ആ സിനിമയായിട്ടുള്ള ലിങ്ക് മനസ്സിലാവും ഓഡിയൻസിന്. സോ ആ കമ്പോസിഷൻ ആണെങ്കിലും ആ ഒരു നമ്മൾ ഇപ്പോഴത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് വേറെയാണ്, പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് വേറെയാണ് പാട്ടുകൾ. സോ എല്ലാ പാട്ടുകൾക്കും അതിൻ്റെയുള്ളൊരു വിൻറ്റേജ് ടച്ച് അല്ലെങ്കിൽ ഒരു നമ്മൾ പണ്ടത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് കമ്പോസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ടച്ച് കൊടുത്തിട്ടാണ് 3 പാട്ടുകളും നമ്മൾ കമ്പോസ് ചെയ്തേക്കുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ്. സോ എനിക്ക് രണ്ടും ആവണമെന്നാണ് ആഗ്രഹം. കാരണം ഞാൻ രണ്ടും പിടിക്കും. ഞാൻ രണ്ടും വിടത്തില്ല. കാരണം ഞാൻ തുടങ്ങിയത് പാട്ടിലൂടെയാണ്. സോ ഒരിക്കലും ഞാൻ പാട്ട് മറക്കില്ല. അപ്പോൾ അഭിനയം ഇഷ്ടമാണ്. സോ എല്ലാം ആർട്ടാണല്ലോ, എല്ലാം കലയാണല്ലോ. സോ കലയാണ് എനിക്കിഷ്ടം, അതിലേത് വേണേലും ഞാൻ ചെയ്യും. സോ ഇല്ല, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്ക് മ്യൂസിക്കും ഞാൻ ചെയ്യുന്ന അത് ഡാൻസ് ആയാലും മ്യൂസിക് ആയാലും അഭിനയം ആയാലും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എനിക്ക്. സോ എനിത്തിങ് ഇസ് ഓക്കെ ഫോർ മീ. എല്ലാം ഈക്വലാണ്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ എല്ലാം ആർട്ടാണ്. സോ ആർട്ട് എനിക്കും ഇഷ്ടമാണ്. സോ അങ്ങനെ എന്ത് ചൂസ് ചെയ്യും? എൻ്റെ ഫ്രണ്ട്സായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരുണ്ട്. സഞ്ജീവ്, ശ്രീദത്ത്, ആദിൽ, അങ്ങനെ 3 ആൾക്കാരായിട്ട് ഫ്രണ്ട്സായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ ആളുടെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് കൃഷ്ണ തുളസിബായ് എന്ന് പറഞ്ഞ മാമാണ്. സീരിയൽ ആർട്ടിസ്റ്റാണ്. ആൻഡ് അനിയത്തിയായിട്ട് നമ്മുടെ പ്രൊഡ്യൂസർ ആൻഡ് സ്റ്റോറി എഴുതിയ ആൾ ടൈറ്റസ് അങ്കിളിൻ്റെ മോളാണ്, ഫെലിസിറ്റ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്നത് ഉഷ മാമാണ്. സോ അച്ഛനായിട്ട് കലാഭൻ റഹ്മാൻ സാറ്. പിന്നെ സീതലക്ഷ്മി അമ്മയുണ്ട്. സീതലക്ഷ്മി അമ്മയായിട്ട് ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ പുള്ളിക്കാരിയുണ്ട്. ഓക്കെ. തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ സ്നേഹനൊമ്പരം, ഏതോ വിമോഹതലങ്ങളിൽ ജീവിത നൗകയിതേറുമോ, ദൂരെയായും തീരമില്ലയോ, തരളിതരാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതുമ്പിയോ സ്നേഹനൊമ്പരം.
താങ്ക് യു. അപ്പം നല്ല കാര്യമാണ് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുപാട് അവസരങ്ങൾ അട്ടിലും കിട്ടട്ടെ, ഒരുപാട് അവസരങ്ങൾ. താങ്ക് യു. താങ്ക് യു. അപ്പം സിനിമ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയുന്നത്? പ്രേക്ഷകരോടെല്ലാം പറയുന്നത് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ടു ദ ഇൻഡസ്ട്രിയാണ്. സോ എല്ലാവരുടെയും അനുഗ്രഹവും സപ്പോർട്ടും വേണം. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക. ഒരു 2.5 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന തിയേറ്ററിൽ വർത്ത് ഇറ്റ് ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഒരു ഗോ ബാക്ക് ടു ദ വിൻറ്റേജ് പീരിയഡ് പടമാണ്. വി ഹോപ്പ് യു റിയലി എൻജോയ് ഇറ്റ് ആൻഡ് എല്ലാവരും തിയേറ്ററിൽ നിന്ന് കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പം വലിയൊരു വിജയമാകട്ടെ ഞങ്ങൾ ആശംസിക്കുക. ഒരുപാട് അവസരം സിനിമയിൽ കിട്ടട്ടെ. ഇനി ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. അപ്പോൾ താങ്ക് യു. താങ്ക് യു.